ഇത് അവിൽ 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 നമ്മൾ ഒരു സ്റ്റാർട്ടർ എങ്ങനെ കഴിക്കാൻ നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അവിൽ. നമുക്ക് സാധാരണ നാടൻ അവിലാണ് കിട്ടുന്നത്. എനിക്ക് വെള്ള അവിൽ വെച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച വെറൈറ്റി ആയിട്ട്. പിന്നെ പാലുണ്ട്, പിന്നെ മിൽക്ക് പൗഡറുണ്ട്, ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് ഞാലിപ്പൂവൻ പഴം. ഈ പഴവും കണ്ടൻസ്ഡ് മിൽക്കും പാൽപ്പൊടിയും പാലും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിൽ അടിക്കണം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ചുള്ള രീതിയിൽ എടുക്കണം. അപ്പം ഞാൻ ഇത്ര അടിച്ച് എൻ്റെ ആവശ്യത്തിനാണ് ഞാനിത് ഇത്ര എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ചേ അവിലുള്ളൂ എങ്കിൽ ആ അവിൽ അനുസരിച്ച് ഉള്ള സാധനങ്ങൾ എടുത്താൽ മതിയാവും. അപ്പം അതിനൊരു നിശ്ചിത അളവൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ കുറച്ചെടുക്കാം. ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഈ പാലും തന്നെ ഈ പഴം മിക്സിയിലോട്ട് ഇടുക. മിക്സിയിലോട്ട് പഴം ഇട്ടു. ഇനി ഈ പാൽപ്പൊടി ഇടുക. അല്ലേ, പാൽപ്പൊടി ഇട്ടു. ഇനി കുറച്ച് പാലൊഴിക്കണം. അത് പാൽ. എന്നിട്ട് മിൽക്ക് അളവൊന്നുമില്ല. നമുക്ക് എത്ര വേണ്ടെന്നോ എത്ര അനുസരിച്ച് ഷുഗറൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണോ ഡയറ്റ് ചെയ്യുന്നവരാണോ അതനുസരിച്ചുള്ളത് എടുത്താൽ മതിയാവും. ഇതിനി ഞാൻ കൊണ്ട് അടിച്ചിട്ട് വരാം. ഇത് മിക്സിയിൽ നല്ലതുപോലെ അങ്ങ് അരയ്ക്കണം. ഞാൻ അവിലുണ്ടോ അവിൽ ഞാൻ ഈ നമുക്ക് മിക്സ് ചെയ്യാൻ സൗകര്യമുള്ള പ്ലേറ്റ് വേണം. ഇത് ഇനിയിപ്പോൾ ഇതൊരു കുഴിച്ചിട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്ന മിക്സ് ഉണ്ടല്ലോ, പഴവും മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും മിൽക്ക് കൂടി അരച്ചത്, എല്ലാം കൂടെ അരച്ച് മിക്സ് ആക്കിയത്, പാലും കൂടെ ചേർത്ത് അരച്ചതാണത്. അത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഇത് കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ. ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്, ചെറിയ ചെറിയ രീതിയിൽ. അപ്പം ഇതിങ്ങനെ ഇതെല്ലാം ഞാൻ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ, വേറെ ഹെൽപ്പ് ചെയ്യല്ലാത്തതുകൊണ്ടേ. അപ്പം നമ്മൾ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് ഉള്ളതാണ് ചെയ്യേണ്ടുന്നത്. അല്ലേ, ഇതിങ്ങനെ കുഴച്ച് നമ്മൾ നമ്മളിപ്പം വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് സ്പൂൺ വെച്ചൊക്കെ കുഴയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കൈയിട്ട് കുഴച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുത്താലും വലിയവർക്ക് കൊടുത്താലും ചായരോടെയോ ഒക്കെ സ്റ്റാർട്ടറായിട്ട് വൈകിട്ട് 4 മണി പലഹാരമായിട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതിനിപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം, സ്റ്റാർട്ടിങ് ആണേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് കാര്യം. അതിങ്ങനെ കൂട്ടി നല്ല ടേസ്റ്റാണ്. ഞങ്ങളിതിന് 2 ദിവസത്തിന് മുമ്പേ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാൻ സ്വയമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഒരു അവിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അലുവയെന്നാണ് ആദ്യം വായിക്കാത്തത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ടേസ്റ്റായ സാധനം. ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ചെയ്ത് നല്ല ഈസി ഒരു കാര്യമാണ്. വലിയ കഠിനാധ്വാനമൊന്നും ഇതിനകത്തില്ല. അത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് പാത്രം തെന്നി പോലെ. ആരും വീഡിയോ പിടിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റും. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്തേനായിരുന്നു. എന്താ നീ കൂട്ട് കഴിച്ചു കൊണ്ട് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഈസിയാണ്. നമ്മൾ ജങ്ക് ഫുഡൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത്
നമ്മളിതൊക്കെ വീട്ടിൽ പണ്ടൊക്കെ പിന്നെ നമുക്ക് അവിലൊക്കെ നനച്ച് തേങ്ങയൊക്കെ ഇട്ട് തിരുമ്മി അവിൽ നനച്ച് തരത്തില്ല. ഇത് തേങ്ങയുടെ ആവശ്യമില്ല, തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയല്ലേ, അപ്പം തേങ്ങയുടെ ആവശ്യം വരുന്നില്ല. തേങ്ങ ഇട്ടാലും കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ശകലം തേങ്ങ തിരുമ്മിയിട്ടാലും അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് വെക്കുക, അടിപൊളി ആയിട്ട് വരും. ഇതിപ്പം എല്ലാം കൂടെ വീട്ടിൽ ഹെവി ആയി പോകും. തേങ്ങയും പിന്നെ പാല് എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഹെവി ആയി പോകും. അപ്പോൾ തേങ്ങ ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയ അടിപൊളി ടേസ്റ്റാണ്. അത് ഒന്ന് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി കഴിച്ച് നോക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പഴമൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ, പഴം കഴിക്കാത്ത കൊച്ചുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കുടിച്ച് ചെറിയതായിട്ട് ഒന്ന് തണുപ്പിച്ചു കൊടുത്ത് ഐസ്ക്രീം പോലെയൊക്കെ പിള്ളേർ കഴിക്കും. കഴിക്കുന്ന കുട്ടികൾക്ക്, തണുപ്പ് കഴിക്കുന്ന കുട്ടികൾക്ക്, അല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കണ്ട, കഴിക്കുന്ന കുട്ടികൾക്ക് അത് നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മോള് ഇത് അടിപൊളിയായിട്ട് കഴിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമായി, മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനും എല്ലാവരും നല്ലോണം മെനങ്ങാന്ന് ചോദിച്ചപ്പോൾ അവൻ അത്രയും കഴിച്ചായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനാ പറഞ്ഞത് അമ്മ ഇതൊന്ന് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.